ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൈസൂർ പോയതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ്. രാവിലെ എണീറ്റ് റൂമിൽ നിന്നും വിൻഡോയിലൂടെ നോക്കിയപ്പോൾ കാണുന്നൊരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൈസൂർ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇതാ തനിമോൾ എണീറ്റിട്ടുണ്ട്. ഞാൻ നേരത്തെ എണീറ്റ് ഫ്രഷായി നിൽക്കുകയാണ്. തനിമോൾ എണീറ്റ്, റയമോൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. മുതുക്ക എണീറ്റ് ഫ്രഷ് ആവാനായിട്ട് പോയിരിക്കുകയാണ്. റൈമോളിത നല്ല ഉറക്കത്തിലാണ്. അവളല്ലെങ്കിലും രാവിലെ എണീക്കാനായിട്ട് നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങളുടെ റൂമൊക്കെ ക്ലിയർ ആക്കി ഞങ്ങളിതാ താത്താൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അവരൊക്കെ ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ഹോട്ടലിലാണ് കയറിയത്. അവിടെ കയറിയപ്പോൾ ഫുഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ റൂമിലേക്കുള്ളവർക്കാണ് ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ വേറൊരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്കും അതുപോലെ മുജുക്കാക്കും എല്ലാവർക്കും പൂരിയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നല്ല റേറ്റാണ് എല്ലാ ഫുഡിനും. അതുപോലെ നമ്മൾ നോക്കി തന്നെ വാങ്ങണം. അങ്ങനെ എനിക്കും താത്താക്കുള്ള മസാല ദോശ എത്തിയിട്ടുണ്ട്. ഇത് മസാല ദോശയാണോ അതോ ദോശൻ്റെ ഉള്ളിൽ മസാല വെച്ചിരിക്കുകയാണോ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള ദോശയല്ല ഇത്. ജസ്റ്റ് ദോശ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കുറച്ച് മസാല വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ പൂരി അടിപൊളിയായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അവർ ഒരു പ്ലേറ്റിൽ 3 പൂരിയാണ് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിതാ മൈസൂർ പാലസിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളിതാ പാർക്കൊക്കെ ചെയ്ത് ഉള്ളിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അളിയനും മുജുക്കയൊക്കെ ഇതാ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ഞങ്ങളിവിടെ ഫോട്ടോ എടുത്തിട്ട് നിൽക്കുകയാണ്. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മൈസൂർ പാലസിൻ്റെ പുറംഭാഗം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കും കുട്ടികൾക്കൊക്കെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് കാലിൽ പ്രാവ് കാഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയല്ലേ ഈ പാലസ് കാണാനായിട്ട് തന്നെ. പണ്ടുള്ള രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്നത് ഇന്നും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇതൊക്കെ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളിതാ ഉള്ളിലോട്ട് കടന്നിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതാ പണ്ടത്തെ പീരങ്കിയും എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ആരാണ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതാ കണ്ടോ, ഇതിൻ്റെയൊക്കെ ആ പണി കാണുമ്പോൾ തന്നെ ആ കൊത്തുപണിയും ഓരോ ചുമരിൻ്റെയും ഭംഗിയും എല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അതിശയം തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ വേറൊരു ലോകമാണ്. പുറത്തൊക്കെ നല്ല ചൂടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ ആ ഒരു ചൂട് നമുക്ക് തോന്നിയില്ല. ഇത്രയും ജനക്കൂട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി ചൂട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പഴയ രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ ഫാമിലിയും കാര്യങ്ങളും എല്ലാമായി നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതൊക്കെ പെയിൻറ്റിംഗ് ആണ് ഈ കാണുന്നത്. പിന്നെ ഇതാ ഇവിടുത്തെ പിക്ചേഴ്സൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പണ്ട് ഇവർ ആഭരണവും അതുപോലെ പൈസയൊക്കെ സൂക്ഷിച്ചിരുന്ന പെട്ടിയൊക്കെ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഓരോ വാളിലും അതേപോലെ തന്നെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ ഈ ഗുസ്തി ഒക്കെ കൂടുന്ന സ്ഥലമില്ലേ, അതാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ മോളൊക്കെ നന്നായി ഓപ്പണായി കിടക്കുന്നുണ്ട്. പിന്നെ ഇതവരുടെ പണ്ടത്തെ ലിഫ്റ്റാണ് കേട്ടോ. ഇതാണ് അവരുടെ സ്റ്റെയർ. ഇതാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ചെറിയ ലിഫ്റ്റ് കൂടിയുണ്ട്. പിന്നെ ഇതാ ഈ ഒരു വാതിലിലെ കൊത്തുപണി കണ്ടോ, കൈകൊണ്ടുണ്ടാക്കിയതാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഇതൊക്കെ പണിയാൻ തന്നെ എത്ര എടുത്തിട്ടുണ്ടാകും.
പിന്നെ ഇതാ അവരുടെ പഴയ കസാരകളും അതുപോലെ വാൽക്കണ്ണാടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് നടന്ന് ക്ഷീണിച്ചു. ഇതാ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇതാ അവിടെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഇതാ നടക്കുകയാണ്. പിന്നെ ആ ചില്ലിക്കൂട്ടിലൊക്കെ കുറേ എന്തൊക്കെയോ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കുറച്ച് അവിടെ കയറ് കെട്ടിവെച്ചത് കൊണ്ട് അടുത്ത് നിന്ന് കാണാനായിട്ട് പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് ഒന്ന് മാറി നിന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇത് അവർ മീറ്റിംഗ് ഒക്കെ കൂടിയിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതാ അവിടെ ആ പച്ച കളറിൽ കാണുന്നില്ലേ, അത് കുറേ ബെഞ്ചും കാര്യങ്ങളൊക്കെയാണ് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതാണ്ട് ഈ ഒരു പെയിൻറ്റിംഗ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയാല്ലേ. പിന്നെ ഇവിടെ സിൽവർ ഡോറൊക്കെ കാണുന്നുണ്ട് ഒരു സൈഡിലായിട്ട്. എന്ത് ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് തന്നെ, കണ്ണെടുക്കാനായിട്ട് തോന്നില്ല, അത്ര ഭംഗിയുണ്ട് കേട്ടോ ഓരോ ഭാഗവും. ഇത് പിന്നെ നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെയാണ് പണ്ട് അവരുപയോഗിച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തുടങ്ങിയതാണ് കുട്ടികൾ എങ്ങനെയെങ്കിലും പുറത്ത് ചാടാമെന്ന് പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ നടക്കണമല്ലോ, അവർക്കത് സാധിക്കില്ല. പിന്നെ അവരോട് ഇതൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവർക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി. ഇനി അവർക്ക് പാർക്കിൽ പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളിതാ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറയെ കച്ചവടക്കാരുണ്ടായിരുന്നു. ഞാനും താത്തയും അവരുടെ പിന്നാലെയായിരുന്നു. ഞങ്ങൾ അവരുടെ പിന്നാലെ നിൽക്കുന്നത് കണ്ടിട്ട് അളിയനും മുജിക്കയും മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടു നിൽക്കുകയാണ്. അത് വാങ്ങാൻ അവർ വേണമല്ലോ. പിന്നെ ഇതൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ വെറുതെ കിട്ടുമല്ലോ എന്ന് ആലോചിച്ചു. ആപ്പിൾ ചാമ്പക്കയൊക്കെയാണ് ആ കാണുന്നത്, അതുപോലെ കൊയ്യാക്ക അതൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു പാർക്കിലേക്ക് പോവുക എന്നായിരുന്നു. ഇതാണ് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. ഇതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതെന്തൊക്കെയോ റെക്കോർഡ്സൊക്കെ നേടിയിട്ടുള്ള ഒരു ചർച്ചാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ കയറാനായിട്ട് നിന്നില്ല, അതിനുള്ള ടൈമൊന്നുമില്ല. ഇന്ന് ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തണം. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കണ്ടു എന്നേ ഉള്ളൂ. നല്ല വലിയ ചർച്ചാണ്, കാണാനും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉണ്ട് എന്നാണ് കേട്ടത്. എന്താണ് എന്നറിയില്ല. അങ്ങനെ ഇവിടെ ഒരു കുതിരവണ്ടി നിൽക്കുന്നുണ്ട്, കയറണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്ക് അതിനൊന്നും സമയമില്ല. പിന്നെ അങ്ങനെ ഞങ്ങളിതാ നേരെ സ്നോ വേൾഡിൽ എത്തിയിട്ടുണ്ട്, സ്നോ പാലസിൽ. തനിമോളിനെ എടുക്കാൻ ഒരുപാട് പേരാണ്. അവൾക്ക് ഒരുപാട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട് അവരെടുക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇനി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കഴിക്കുകയാണ്. കാരണം ഇപ്പോൾ സമയം ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 മണിക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. അപ്പോഴേക്കും ജസ്റ്റ് ഞങ്ങളുടെ വിശപ്പൊക്കെ നടക്കാനായിട്ട് പപ്സും അതുപോലെ സമൂസയും ഒക്കെ കഴിക്കുകയാണ് ചെയ്യുന്നത്. സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ സമൂസയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലുള്ള സമൂസയല്ല, വേറൊരു തരം സമൂസയാണ്. അങ്ങനെ ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിമോൾക്ക് കഴിക്കാൻ വേണ്ട, പക്ഷേ സോസ് മാത്രം കഴിച്ചാൽ മതി. എന്നാൽ ഞങ്ങളുടെയൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് അവൾ സമൂസ ചോദിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. 3 മണിയായപ്പോൾ ഞങ്ങൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. 1 മണിക്കൂറാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സമയം. നന്നായി അടിച്ചു പൊളിച്ചു. അതിൻ്റെ ഉള്ളിൽ തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ തനിമോൾക്ക് പാൻ്റല്ല, ഉടുപ്പാണ് ഇട്ട് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കാല് കുറച്ച് കാണുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് അവൾക്ക് അതിൻ്റെ ഉള്ളിൽ അധികം നേരം നിൽക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നന്നായി തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ തണുപ്പ് സഹിക്കാൻ പറ്റില്ല, ഫുൾ ഐസായിരുന്നു. അങ്ങനെ തനിമോളും മുജിക്കയും ക്ഷീണിച്ചിരിക്കുന്നതാണ് കേട്ടോ. മുജിക്കാർക്ക് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ
തനിമോള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിമോളിനെയും കൊണ്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് പോയി നിന്നു. പിന്നെയും ഉള്ളിലേക്ക് വന്നു. പക്ഷെ തനിമോൾക്ക് കളിക്കണം എന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം പോയി. പിന്നെ ഇതാ ഇതിലൊക്കെ കുറച്ച് നേരം കളിച്ച് നിന്നത് കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. കാരണം കുറച്ച് സംഭവം ഈ ഒരു സംഭവമല്ലേ ഈ ഷീറ്റ്, ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഗ്ലാസ്സാണ്. ഇതിലേക്ക് പോകുന്ന വഴി നമ്മൾ തപ്പി പിടിച്ച് തന്നെ പോകണം. ചിലപ്പോൾ നമ്മൾ കരുതും ഗ്ലാസ് ഉള്ള ഭാഗത്തേക്ക് തിരിയും, അതാണെന്ന് കരുതിയിട്ട്. പക്ഷേ നമ്മൾ തപ്പി പിടിച്ച് പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങളതാ അതിലൊക്കെ പോയി. തനിമോള് ആകെ ബേജാറായി നിൽക്കുകയാണ്. അവൾക്ക് ഏതേ പോകേണ്ടത് എന്നറിയില്ല. അതിലേ പോകണം എന്ന് കരുതിയിട്ട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞതാണ്. പിന്നെ അവൾ മൂത്തയുടെ പിന്നാലെ അങ്ങനെ കയ്യും പിടിച്ച് നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ അടുത്ത ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു പാലത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ അടിയിൽ കൂടെയും നടക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടിയിലുള്ള പോലെ തോന്നും. അങ്ങനെ ഞങ്ങളിതാ അടുത്ത റൈഡിൽ കയറുകയാണ്. ഇതെന്താന്ന് വെച്ചാൽ മൊത്തത്തിൽ കറങ്ങി പോവുകയാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് അത് നമ്മുടെ കൂടെ കറങ്ങുന്നത് പോലെ തോന്നും. തല കറങ്ങും കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു കഴിഞ്ഞാൽ. തനിമോള് നല്ല കരച്ചിലായിരുന്നു. അവൾക്കെന്തോ ഇത് പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ കയറുന്നത് ഐലൂഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം 3D ഫോട്ടോസാണുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ഫോട്ടോസിൻ്റെയും താഴെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നിന്ന് അതിൻ്റെ എക്സാമ്പിൾ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ മൈസൂർ വിടുകയാണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണമൊന്നും എവിടെ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പപ്സും അതുപോലെ സമൂസയൊക്കെ കഴിച്ചതുകൊണ്ട് കുട്ടികൾക്കൊന്നും വിശപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളിതാ സ്നാക്സൊക്കെ കഴിക്കുകയാണ്. ഇത് തലേ ദിവസം ഫസ്റ്റത്തെ ദിവസം കൊണ്ടുവന്ന സ്നാക്സാണ്. ആർക്കും വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഇതൊന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് എല്ലാവർക്കും കുറച്ച് എനർജിയൊക്കെ വന്നത്. കാരണം ഫസ്റ്റ് ദിവസം ഫുള്ള് ഛർദ്ദിച്ച് കൊളാക്കിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. എല്ലാവരും ടയേർഡായിരുന്നു. പിന്നെ റൂമിലെത്തി എല്ലാവരും ഫ്രഷായി ഒന്ന് നന്നായി ഉറങ്ങിയതിന് ശേഷമാണ് എല്ലാവരും ഒന്ന് ഉഷാറായത്. ഇപ്പോഴാണ് സ്നാക്സൊക്കെ കഴിക്കാനുള്ളൊരു എനർജി വരുന്നത്. അതാ ആദ്യം വന്ദേ ഭാരത് പോകുന്നുണ്ട്. നല്ല വലിപ്പമുണ്ട് വന്ദേ ഭാരത്. നമ്മളിവിടെയുള്ള ചെറിയ വന്ദേ ഭാരത് പോലെയൊന്നുമല്ല, നല്ല വലിപ്പത്തിലുള്ള വന്ദേ ഭാരതാണ്. അതിന് ഞങ്ങളിതാ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ പാനിപ്പൂരി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാനിപ്പൂരി. അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ പലതരത്തിലുള്ള പാനിപ്പൂരി ഉണ്ടായിരുന്നു. മസാലപ്പൂരി, അതേപോലെ പിന്നെ മയോണൈസൊക്കെ ഒഴിച്ചിട്ട് ഉള്ളൊരു, മയോണൈസല്ല കേടും അതേപോലെ കുറച്ച് ഷുഗറൊക്കെ ഇട്ടിട്ടുള്ളൊരു പാനിപ്പൂരി. പിന്നെ എന്തോ മസാല കടലേക്ക് ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു, മസാല പോലെ. അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും പേരൊന്നും പറയാനായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ അവരിതാ ഈ ഒരു വെള്ളമല്ലേ, ഈ വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ മല്ലിയിലേക്ക് ഇട്ടിട്ടുള്ള വെള്ളമാണെന്ന് തോന്നുന്നു, പച്ച കളറിലുള്ളത്. അങ്ങനെ അവരൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള ഫുഡൊക്കെയാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയാൽ കഴിക്കേണ്ടത്. നമ്മൾ ഈ മന്തി അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. പണി കിട്ടിയത് കൊണ്ട് പറയുകയാണ്. അതേപോലെ വലിയ വലിയ ഹോട്ടലിൽ കയറിയിട്ടൊക്കെ നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് വയറിന് അസുഖങ്ങൾ വരുന്നത്. ഇതൊക്കെ ആകുമ്പോൾ വെജിറ്റബിൾസ് ആണല്ലോ, അതായത് ക്യാരറ്റും അതേപോലെ മിക്സർ, പിന്നെ എന്തോ അതിൽ വേറെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്, സവാള, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങളിതാ നാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കും ഇതുപോലെ ആനകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുട്ടായതുകൊണ്ട് കുറച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാ കാണുന്നുണ്ട് അവിടെ ഒരു ആന. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല.
അങ്ങനെ ഞങ്ങളിതാ ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് ഒന്ന് നിർത്തിയിട്ടിട്ടൊക്കെയാണ് പോകുന്നത്. കുട്ടികളൊക്കെ വണ്ടിയിൽ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹാഷിമ് മാത്രം എണീറ്റിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ ഇവിടെ നിർത്തിയതും അവിടെ കടയിൽ കുറച്ച് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് നല്ല കരച്ചിലായിരുന്നു വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിതാ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് അറേബ്യൻ മജ്ലിസ് എന്ന് പറയുന്ന ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തി കഴിക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ എത്തിയിട്ടാണ് കേട്ടോ മന്തി കഴിക്കുന്നത്. ബീഫ് മന്തിയാണ് വാങ്ങിയത്. അളിയന് അൽഫാം മതി എന്ന് പറഞ്ഞത് മന്തി റൈസും അൽഫാമുമാണ് അളിയൻ വാങ്ങിയത്. അങ്ങനെ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് ഉറങ്ങുമായിരുന്നു. കുറച്ച് തട്ടി ഉണർത്തിയിട്ടൊക്കെയാണ് എണീപ്പിച്ചത്. പിന്നെ ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കിട്ടിയത്. ഞങ്ങളൊരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുട്ടികളൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭക്ഷണത്തിന് ചെറിയൊരു പിഴവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ചെറുതായി ഫുഡ് പോയ്സൺ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്കൊക്കെ നല്ല ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിറ്റേ ദിവസം. അതേപോലെ വലിയവർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തോ ബീഫിനാണെന്ന് തോന്നുന്നു തകരാറ്. കാരണം ചിക്കൻ കഴിച്ച അളിയനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയതും കുട്ടികൾക്ക് വാങ്ങിയിട്ടുള്ള ടോയ്സൊക്കെ എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മൈസൂരിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.